ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു. എല്ലാ ഗോപികോപന്മാർക്കും സാദര പ്രണാമം. ഇന്നൊരു കൃഷ്ണാനുഭവം കേട്ടാലോ? ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഭഗവാനെ കാണാനുള്ള ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒരു മാതാജി അവർക്കുണ്ടായ അനുഭവം ഇങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് പറയുന്നു. അത് കേട്ടപ്പോൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഭഗവാൻ തരാറുണ്ട്. ചിലരതത്ര അവർക്ക് മനസ്സിലാവില്ല അത് ഭഗവാൻ തരുന്നതാണോ എന്നൊന്നും. എന്നാൽ ചിലർക്കത് നന്നായിട്ടറിയാം എല്ലാം ഭഗവാന്റെ കളികളാണെന്ന്. അവരുടെ മക്കളോ ഹസ്ബൻഡോ ഒന്നും അവരെ ഗുരുവായൂർക്ക് വേണമെങ്കിൽ തൊഴുത് വന്നോളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാണ്ട് എപ്പോഴും അങ്ങനെ ഭഗവാന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഇരിക്കേണ്ടെന്നാണ് പറയുക. നോൺ വെജൊക്കെ കഴിച്ചോളൂ എന്ന് പറയും. എന്നാൽ ആ മാതാജിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ലായിരുന്നു. അവർ എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കും. എന്നാൽ മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ നിർബന്ധപ്രകാരം നോൺ വെജൊക്കെ ചില ദിവസങ്ങളിൽ കഴിക്കേണ്ടതായിട്ട് വരും. അവരുടെ എല്ലാ വിഷമവും പറയുന്നത് അവർ ഈ ഭഗവാന്റെ അടുത്തായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഈ ഭഗവാനെ കാണാനായിട്ട് അങ്ങനെ ഓടി വരും. എത്ര നീണ്ട ക്യൂ ആണെങ്കിലും അവിടെ ഇരിക്കും. ആ ഭഗവാനെ കാണണമല്ലോ എന്നാലോചിച്ചിട്ട് ആ ഭഗവാന്റെ രൂപം മാത്രം മനസ്സിലങ്ങനെ ചിന്തിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ആ വരികളൊന്നും അവർക്ക് ഒരു പ്രശ്നവും ആയിരുന്നില്ല. എത്ര സമയം കിട്ടിയാലും ഇനി വീട്ടിലേക്ക് എത്താൻ വൈകുമെന്നോർത്ത് ഒരു ചിന്തയില്ല. പക്ഷേ ആ ഭഗവാനെ വരിയിൽ നിന്നിട്ട് തൊഴുതിട്ടേ അവർ മടങ്ങാറുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം സ്റ്റെയർ കേസിൽ നിന്ന് വീഴാണ്. താഴോട്ട് വീഴുന്ന സമയത്ത് അവരുടെ നട്ടെല്ലൊക്കെ പൊട്ടി കിടക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും. അങ്ങനെ ആ വീഴ്ചയിൽ അത്രയ്ക്കും ഭീകരമായ വീഴ്ചയായിരുന്നു. എന്നാൽ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് എല്ലാവരും അവരെ അങ്ങോട്ട് എണീപ്പിച്ചു. പക്ഷേ ഒരു കുഴപ്പമൊരു പോറൽ പോലും പറ്റാണ്ട് ഭഗവാൻ അവരെ കാത്തു എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുക്കറങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ട് അതിലുണ്ടായിരുന്ന ആ കഞ്ഞിവെള്ളത്തിനൊക്കെ ഭയങ്കര ചൂടായിരിക്കില്ല, അതൊക്കെ മേല് വീണ അന്നേരം പൊള്ളിയിരിക്കും. അങ്ങനെ അതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അവരുടെ മുഖത്ത് ശരീരത്തിലൊക്കെ പതിക്കുകയാണ്. എന്നാൽ അവിടെയും ഭഗവാൻ അവരെ രക്ഷിച്ചു. അങ്ങനെ അവിടെ മാത്രമല്ല, എപ്പോഴും ഏതെങ്കിലും ഒരു രൂപത്തിൽ അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ഒരു അദൃശ്യകരം എപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. ഒരു ആപത്തിലും പെടാതെ എല്ലാത്തിനും കൈപിടിച്ച് കൂടെ ഭഗവാനെ. അതെങ്ങനെ കേട്ടുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന അനുഭവം, നമ്മൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇങ്ങനെ അപ്പോഴാണ് നമ്മളും ചിന്തിക്കുക. എന്നാൽ ചിലർക്കതത്ര വിശ്വാസമാവില്ല. ഭഗവാനോ നമ്മുടെ കൂടെയെന്നൊക്കെ. അങ്ങനെയല്ല, എന്തായാലും ഭഗവാന്റെ ഒരു അദൃശ്യകരം ആ ഭഗവാനോട് നാമൊക്കെ ജപിച്ച് എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവരുടെ പെട്ടെന്നൊരു കാലുവേദന ഒക്കെ വന്നിട്ട് അവർക്ക് എങ്ങനെ നടക്കാനൊന്നും പറ്റാണ്ടാവാണ്. എന്നാൽ ഗുരുവായൂർക്കുള്ള ആ പോക്ക് മുടങ്ങാണ്. അതായത് കാലിന് തീരെ വയ്യ, നടക്കാനോ ഒരടി അങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ നിലത്ത് വയ്ക്കാനേ പറ്റണില്ല. അങ്ങനത്തെ സമയത്ത് എല്ലാം സഹിക്കുക, കണ്ണിനെ കാണാവുന്ന ഗുരുവായൂർക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് ആ മാതാജി അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ഒരു കൃഷ്ണപരന്തുണ്ട്. ആ കൃഷ്ണപരന്ത് അവിടെ കാല് മുറിഞ്ഞ രീതിയിൽ അവരുടെ വീട്ടിലെത്തുകയാണ്. ഭഗവാന്റെ തന്നെയല്ലേ
ആ കൃഷ്ണപ്പരുന്ത് അങ്ങനെ അവർ വന്നിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവരെങ്ങനെയൊക്കും പോയി ആ മാതാജി പോയിട്ട് അതിനെ ശുശ്രൂഷിച്ച് കൂട്ടിൽ ഒക്കെ ആയിട്ട് വീട്ടിലങ്ങനെ കുറേ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൃഷ്ണപ്പരുന്തിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാലിന് തീരെ വയ്യാത്ത ആ കൃഷ്ണപ്പരുന്തിനെ ഇവരിങ്ങനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ കാലുവേദനയൊക്കെ അങ്ങോട്ടും ഇങ്ങനെ മാറുകയാണ്. അങ്ങനെ കാലുവേദനയേ ഇല്ല. ഗുരുവായൂർ പോവാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ ഇവിടെ വന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ കൃഷ്ണപ്പരുന്തിനെ അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ മാറി മാറി വന്ന് കാലൊക്കെ റെഡിയാക്കി അങ്ങനത്തെ ഇരിക്കുമ്പോൾ വേറൊരു കൃഷ്ണപ്പരുന്ത് വന്നിട്ട് ആ കൃഷ്ണപ്പരുന്തിനെ കൂട്ടിക്കൊണ്ട് അപ്പോഴേക്ക് ഇവരുടെ അസുഖമൊക്കെ അങ്ങനെ മാറുകയാണ്. പിന്നെ ഒരു ദിവസം ഇവർക്ക് വല്ലാത്ത വിഷമോ അത് വീട്ടിലെ സ്ഥിതി അനുസരിച്ച് അവർക്ക് എന്തോ വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ അവർ വല്ലാത്ത സങ്കടം, ഇനി ഒരിക്കലും ജീവിക്കേണ്ടെന്നില്ല അത്രയ്ക്കും ആവാണ്. ഭഗവാനെ ഒക്കെ വിളിച്ചിട്ടും ഇങ്ങനെ മനസ്സ് തോന്നുകയാണ്, എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ, എൻ്റെ ജീവനെ അങ്ങോട്ട് ഒടുക്കാൻ പോവാണ്, ഈ ജീവൻ തന്നെ വേണ്ട, ജീവിച്ചിരിക്കുമ്പോഴല്ലേ എല്ലാവരും ഇങ്ങനെ ഓരോ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലത്തെ ഓരോ അസ്വസ്ഥത പ്രകാരം അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ഒരു ഫ്രണ്ട്, അതായത് ഫ്രണ്ട് എന്നൊന്നും പറയില്ല, കാണും ചിരിക്കും, ഒരിക്കലും അവരുടെ വീടുകളിലേക്ക് കയറിയിട്ടേ ഇല്ല. അപ്പോൾ അവസാന സമയത്ത് തൻ്റെ അമ്മയെ ഒന്ന് കാണണം, എന്നിട്ട് ഈ ജീവൻ അങ്ങോട്ട് കൊടുക്കാൻ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് അവരമ്മയെ കാണാൻ പോവാണ്. അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അമ്മയെ കാണാൻ പോകുന്ന വഴിയിൽ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ഫ്രണ്ടല്ല കേട്ടോ, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണണ, അവർ ഭയങ്കര കൃഷ്ണഭക്തന്മാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ചേച്ചി കണ്ടപ്പോൾ, ആ ചേച്ചിയെ കണ്ടപ്പോൾ ഇവർ ഈ മാതാജി അങ്ങോട്ട് കയറുകയാണ്. എന്തിനാ അറിയില്ല, ആരോ കൈപ്പിടിച്ച് കയറ്റിയ പോലെ അവരങ്ങനെ അങ്ങോട്ട് കയറുകയാണ്. അങ്ങോട്ട് കയറുന്ന സമയത്ത് ഇതുവരെ ആ വീട്ടിലേക്ക് കയറിയിട്ടേ ഇല്ല. എന്നാൽ അവരാ വീടുകളിലേക്ക് കയറിയ സമയത്ത് എന്തോ അവർക്കൊരു ഭഗവാന്റെ ഒരു സാമീപ്യം അവിടെ തോന്നുകയാണ്. അങ്ങോട്ട് കയറിയിട്ട് അവരിരിക്കാൻ വന്ന് സംസാരമൊക്കെ നടക്കുന്ന സമയത്ത് അവർ അവിടെ ഇരുന്ന സോഫയിൽ അങ്ങനെ ഇരുന്നു. പക്ഷെ അവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇവർ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ മാതാജി എന്താണോ കാണുന്നത്, ഭഗവാന്റെ ഗുരുവായൂരിൽ വന്നിട്ട് അവിടെ കഞ്ഞും പുഴുക്കൊക്കെ അങ്ങനെ കഴിക്കണ ഇതാണ് കാണുന്നത്. ആ ഭഗവാന്റെ പ്രസാദം കഴിക്കണത് സ്വപ്നം കണ്ട് അങ്ങനെ കിടന്നു. അപ്പോൾ പിന്നെ ഇവർ ഞെട്ടി ഉണരുന്നത് എന്താ, അവരെ ഈ ചേച്ചി ഇവരെ കഞ്ഞി കുടിക്കാൻ വിളിക്കുകയാണ്. അത് എവിടെയും ആ പ്രസാദമാണ്, ഭഗവാന്റെ പ്രസാദം, ഭഗവാന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാം. അപ്പോൾ ആ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ ഈ ചേച്ചി ഇവരെ വിളിക്കുകയാണ്, ഈ മാതാജിയെ. അപ്പോൾ മാതാജി ഞെട്ടി ഉണർന്നപ്പോൾ നോക്കുകയാണ്, ഗുരുവായൂരിന് കഞ്ഞി കുടിക്കുകയാണ്. ആ കഞ്ഞി കുടിക്കുന്നതാണ് ഇവിടെ അങ്ങനെ ആ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ മാതാജി കണ്ടിട്ടുണ്ട്, ഒന്നിനും ഈ നമ്മുടെ ജീവൻ അങ്ങോട്ട് ഒരിക്കലും നമുക്ക് ഭഗവാന്റെ അതിൽ നമ്മുടെ ജീവൻ ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. അതിൻ്റെ ആ കർമ്മം ഒടുങ്ങുമ്പോൾ ഭഗവാൻ തന്നെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സ്വപ്നം കൂടെ ആ മാതാജി അവിടെ കാണാൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാന്ന്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഭഗവാൻ അങ്ങോട്ട് മുറുകെ പിടിച്ചോളൂ. ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ മാതാജിക്ക് മനസ്സിലായി, ഭഗവാൻ തന്നെ
കൈപിടിച്ച് ഇവിടെ ഇരുത്തി ആ സ്വപ്നമൊക്കെ കാണിച്ചു തന്ന് ഇവിടുത്തെ ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചപ്പോൾ ആ മനസ്സങ്ങോട്ട് ശാന്തമായിട്ട് ഭഗവാനോടുള്ള ചിന്തയിൽ അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെന്നാണ് പറയണം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അവർക്കുണ്ടായി. അതൊക്കെ കേട്ടുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് ഭഗവാനോടുള്ള ആ ഒരു ഭക്തിപ്രേമം കൂടാണ്. അങ്ങനെ നമ്മളെ എന്തായാലും ഏതൊരു സാഹചര്യത്തിലും ഭഗവാനെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ ഒരടി നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ 1000 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വയ്ക്കുന്ന പറയാം. ഇപ്പോൾ മാതാജി പറയുന്നത് എത്രത്തോളം ഭഗവാൻ നമ്മളോട് അടുത്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടോ, പക്ഷെ ഭഗവാൻ നമ്മളങ്ങോട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. നമ്മളങ്ങനെ പല രൂപത്തിലും പരീക്ഷിക്കും. ഭഗവാനെ നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ടോ, എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴത്തേന് നമ്മളാകെ അങ്ങോട്ട് തളർന്നിട്ട് ഭഗവാനെ ഇട്ടേച്ച് പോവുകയാണോ, ആ ഭഗവാനോടില്ല മതി ഇനി നാമൊന്നും ജപിക്കേണ്ടെന്നുള്ള ചിന്ത വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമ്മളങ്ങോട്ട് ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആരും അതിലൊന്നും തളരരുത്. മായ എന്ന് പറയുന്ന ആ മായയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെല്ലാം മറക്കും. മായ നമ്മളെ ആ ചിന്തകളെല്ലാം ഭഗവാന്റെ ചിന്തകളെല്ലാം മാറ്റി നമ്മൾക്ക് നമ്മുടെ മനസ്സൊക്കെ ദുഷ്ടത നിറയ്ക്കും. പക്ഷേ ഭഗവാനെ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. നമ്മളെ കാണുന്നവരെല്ലാം പറയും, അവർ ഭഗവാനെ മുറുകെ പിടിച്ച് നടന്നിട്ട് ഇപ്പോൾ എന്തായി, അവരെന്തൊക്കെ അനുഭവിക്കുന്നു എന്ന്. എന്നാൽ അതൊക്കെ ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ഒരിക്കൽ നമ്മൾ അതിലൊന്നും തളരരുത്. പല പരീക്ഷണങ്ങളും ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. എന്നാൽ ഭഗവാൻ അങ്ങോട്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ആ മാതാജി പറയുന്നത്, ആ മാതാജിയുടെ ഭർത്താവും കുട്ടികളും എല്ലാം ഭഗവാന്റെ ആ നാമം ജപിക്കുന്നതിലും ഭഗവാനെ ഗുരുവായൂർ വന്ന് കാണുന്നു. അവിടെ 2 ദിവസം 3 ദിവസം നിൽക്കുന്നു, ഭഗവാന്റെ പ്രാർത്ഥനയിൽ മുഴുകുന്നു. എല്ലാം ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറാണ്. ഒരിക്കലും അവർ പിന്നെ നോൺ വെജൊന്നും കഴിച്ചിട്ടേ ഇല്ല. പിന്നെ ഭഗവാനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. മാതാജിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ്. എത്രത്തോളം ഭഗവാൻ ഓരോ പരീക്ഷണങ്ങൾ നമ്മൾക്ക് തന്നു. എന്നാൽ അതൊന്നും ഭഗവാൻ വീഴാതെ നമ്മളെ കൈപിടിച്ച് കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ മാതാജിക്ക് ഒരുപാട് സന്തോഷമാണ്. മാതാജിയുടെ മക്കളെല്ലാം നല്ല നിലയിലെത്താണ്. അതേപോലെ ഹസ്ബൻഡും ഭഗവാന്റെ ഭക്തനായിട്ട് മാറി. ഇപ്പോൾ മാതാജിക്ക് ഒരുപാട് സന്തോഷമാണ്. അതുപോലെ നമ്മുടെ കൂടെയും ഭഗവാനുണ്ട്. ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. അതൊക്കെ അറിയിച്ചോളൂ. ഏതൊരു സാഹചര്യത്തിലും ഭഗവാനെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ ഒരടി നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ 1000 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വയ്ക്കുന്ന പറയാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണം.